ഡിസംബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഗ്രഹങ്ങളുടെ നിലവിലുള്ള സ്ഥാനങ്ങളും അവയുടെ ചലനങ്ങളും ഭരണി നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ചില പ്രധാന മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. പൊതുവെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ചില മേഖലയിൽ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമായി വരും. ഈ മാസം നിങ്ങളുടെ കഴിവിനെ വിനിയോഗിക്കാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും വ്യക്തിഗത വളർച്ച നേടാനും സഹായിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഈ മാസം ഭരണി നക്ഷത്രക്കാർ ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടും. നിങ്ങൾ മുൻപ് ആരംഭിച്ച പ്രോജക്റ്റുകൾക്ക് ഈ മാസം പൂർണ്ണത കൈവരിക്കാൻ സാധിച്ചേക്കും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. പുതിയ കഴിവുകൾ നേടാനും നിങ്ങളുടെ നിലവിലുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനും ഈ മാസം അവസരങ്ങൾ ലഭിക്കും. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുകയും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എങ്കിലും ഈ നേട്ടങ്ങൾക്കൊപ്പം ചില വെല്ലുവിളികളും ഉണ്ടാകാം. അമിത ആത്മവിശ്വാസം ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ക്ഷമയും വിട്ടുവീഴ്ചയും പുലർത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ധൂർത്തൊഴിവാക്കുകയും ഭാവിയിലേക്കായി സമ്പാദിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതും ഈ മാസം പ്രധാനമാണ്. ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും അവഗണിക്കാതെ വൈദ്യസഹായം തേടാൻ മടിക്കരുത്. സാമ്പത്തികമായി 2025 ഡിസംബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാനുള്ള സാധ്യതയും ഈ മാസം പ്രകടമാണ്. ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ ലഭിക്കാനുള്ള അവസരങ്ങളും ചിലർക്ക് ലഭിച്ചേക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കുകയും അനാവശ്യമായ ധൂർത്തൊഴിവാക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്കുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കടബാധ്യതകൾ തീർക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിച്ചേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക. വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. തൊഴിൽ രംഗത്ത് ഈ മാസം ഭരണി നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവും അംഗീകരിക്കപ്പെടുകയും അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ജോലി സ്ഥലത്തെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ സഹായിക്കും. പുതിയ പ്രോജക്റ്റുകളിൽ നേതൃത്വം നൽകാനുള്ള അവസരങ്ങൾ ലഭിക്കാം. ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവായേക്കാം. തൊഴിൽ രഹിതരായവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഈ മാസം പ്രകടമാണ്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. എങ്കിലും ജോലിയിൽ അമിതമായ ആത്മവിശ്വാസം കാണിക്കുന്നത് ഒഴിവാക്കണം. ഓരോ കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുന്നത് ഗുണകരമാകും. പുതിയ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം സ്നേഹവും ഐക്യവും വർദ്ധിക്കും. ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും. ഒരുമിച്ച് യാത്ര ചെയ്യാനോ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടാനോ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. അവിവാഹിതരായവർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഈ മാസം കാണുന്നു. പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നതും പരസ്പരം പിന്തുണ നൽകുന്നതും ബന്ധം കൂടുതൽ ശക്തമാക്കും. ചെറിയ വഴക്കുകൾ ഉണ്ടായാലും ക്ഷമയോടെയും സ്നേഹത്തോടെയും അവയെ സമീപിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും. കുടുംബജീവിതത്തിൽ ഈ മാസം പൊതുവെ സമാധാനപരമായിരിക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. പൂർവികരുടെ അനുഗ്രഹം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പുതിയൊരാൾ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. അവരുടെ പഠനകാര്യങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും പിന്തുണ നൽകുന്നത് ഗുണകരമാകും. ആത്മീയ കാര്യങ്ങളിൽ ഈ മാസം ഭരണി നക്ഷത്രക്കാർക്ക് കൂടുതൽ താല്പര്യം തോന്നും. ധ്യാനം, യോഗ, പ്രാർത്ഥന എന്നിവയിൽ മുഴുകുന്നത് മനസ്സിന് സമാധാനം നൽകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ആത്മീയ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാനോ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും. ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ ഈ മാസം നിങ്ങളെ പ്രേരിപ്പിക്കും. ആത്മീയമായ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും. ഇത് നിങ്ങളുടെ മാനസിക സംതൃപ്തി വർദ്ധിപ്പിക്കും. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാനും ഗുരുക്കന്മാരുടെ ഉപദേശം തേടാനും ഈ മാസം നല്ലതാണ്. പ്രകൃതിയുമായി അടുത്തിടപഴകുന്നത് മനസ്സിന് ശാന്തത നൽകും. ആത്മീയമായ ചിന്തകൾ നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് മനോഭാവം കൊണ്ടുവരികയും ചെയ്യും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ജീവിതത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും സഹായിക്കും. ഭരണി നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത്. പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് അമിത ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഉറക്കക്കുറവ്, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമായേക്കാം. അതിനാൽ കൃത്യമായി വിശ്രമം എടുക്കുകയും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ യോഗ, ധ്യാനം തുടങ്ങിയവ ശീലമാക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും. ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. എണ്ണമയമുള്ളതും പുറത്തുനിന്നുമുള്ളതുമായ ഭക്ഷണം ഒഴിവാക്കുക. സമീകൃത ആഹാരം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക.
പതിവായ വ്യായാമം ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടാൻ മടിക്കരുത്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ മാസം ഭരണി നക്ഷത്രക്കാർക്ക് മിതമായ ഫലങ്ങളാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും. ശ്രദ്ധ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. കൂട്ടുകാരുമായി പഠനവുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം നിലനിർത്തുന്നത് സംശയങ്ങൾ തീർക്കാനും പുതിയ അറിവുകൾ നേടാനും സഹായിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. എന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഈ മാസം അവസരങ്ങൾ ലഭിച്ചേക്കാം. പഠനത്തിൽ വരുന്ന ചെറിയ പരാജയങ്ങളിൽ നിരാശപ്പെടാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അധ്യാപകരുടെ പിന്തുണ തേടുന്നതും സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതും പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കും. യാത്രകളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് അത്യാവശ്യ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ കുടുംബപരമായ കാര്യങ്ങൾക്കോ യാത്രകൾ ആവശ്യമായി വരും. ദീർഘദൂര യാത്രകൾ ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ചും വളരെ അത്യാവശ്യമല്ലാത്തവ. യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലുകളും എടുക്കുക. യാത്രാരേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. യാത്രകൾക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആഡംബര യാത്രകൾക്ക് ഈ മാസം അനുയോജ്യമല്ല. തീർത്ഥയാത്രകൾക്ക് ഈ മാസം നല്ലതാണ്. അത് നിങ്ങൾക്ക് മാനസിക സമാധാനവും ആത്മീയ ഉണർവും നൽകും. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക. അമിത വേഗത ഒഴിവാക്കുക. ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായി വെള്ളിയാഴ്ചകളിൽ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. നെയ്വിളക്ക് സമർപ്പിക്കുക, പുഷ്പാഞ്ജലി നടത്തുക, ലളിതാ സഹസ്രനാമം ജപിക്കുക എന്നിവ ശുക്രനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശുക്രന്റെ അനുഗ്രഹത്തിന് നല്ലതാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പ്രധാനമായും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതും ഗുണകരമാണ്. ഈ മാസം ചില സാമ്പത്തിക തൊഴിൽപരമായ കാര്യങ്ങളിൽ വ്യാഴത്തിന്റെ സ്വാധീനം ദോഷകരമായി വരാം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, പാൽപായസം, മഞ്ഞപ്പട്ട് എന്നിവ സമർപ്പിക്കുക. വ്യാഴാഴ്ച വ്രതമെടുക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വ്യാഴദോഷം കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിലും തൊഴിൽ തടസ്സങ്ങളിലും ശനിയുടെ സ്വാധീനം വരാം. ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിക്കുക, ശനിസ്തോത്രങ്ങൾ ജപിക്കുക, അന്നദാനം നടത്തുക എന്നിവ ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും. കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ധ്യാനം വളരെ ഫലപ്രദമാണ്. ദിവസവും രാവിലെ 15-20 മിനിറ്റ് ധ്യാനം ശീലമാക്കുക. ഇത് നെഗറ്റീവ് ചിന്തകളെ അകറ്റി പോസിറ്റീവ് ഊർജം നിറയ്ക്കും. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ യോഗ സഹായിക്കും. ഇഷ്ടദേവതാ മന്ത്രങ്ങൾ, ഗായത്രി മന്ത്രം, ഓം നമഃശിവായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും പോസിറ്റീവ് ഊർജവും നൽകും. ഇത് ദോഷങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും. ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനൊപ്പം നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക. എല്ലാ പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ ശ്രമിക്കുക. വിധി എന്നത് നമ്മുടെ കർമ്മങ്ങളെയും പ്രയത്നങ്ങളെയും ആശ്രയിച്ചിരിക്കും. അതിനാൽ നല്ല കർമ്മങ്ങൾ ചെയ്യാനും പോസിറ്റീവ് ചിന്തകളോടെ മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കുക. ഈ മാസം നിങ്ങളുടെ കഴിവിനെ വിനിയോഗിച്ച് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. വെല്ലുവിളികളെ അവസരങ്ങളാക്കി കണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പോസിറ്റീവ് മനോഭാവം നിലനിർത്തുകയും മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക. ആരോഗ്യകാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നത് ഭാവിയിൽ നല്ല ഫലങ്ങൾ നൽകും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് മനസ്സിന് സമാധാനം നൽകും. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുക. ക്ഷമയും വിട്ടുവീഴ്ചയും എല്ലാ മേഖലകളിലും വിജയത്തിലേക്ക് നയിക്കും. ഭഗവാനെ പ്രാർത്ഥിക്കുകയും സത്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ശക്തി നൽകും.